രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും വളരെ സജീവമായൊരു വാർത്താ ദിനമായിരുന്നു ഇന്ന്. മാസപ്പടി കേസോ CPM CPA തർക്കമോ അല്ല, പക്ഷേ ഇന്ന് ടോപ്പ് 10ലെ ആദ്യ വാർത്ത. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലൂരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മൈസൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമായ വാർത്തയാണ് ടോപ്പ് 10ൽ ആദ്യം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ദക്ഷിണ റെയിൽവേ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നും മംഗലൂരുവിൽ നിന്ന് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിന് ട്രെയിനുകൾ ഓടിക്കുന്നില്ല എന്നുമുള്ള പരാതികളെ തുടർന്നാണ് മംഗലൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേ ചേർക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത്. എന്നാൽ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം മൂലം ഉണ്ടായിരിക്കുന്നത്. 1100 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഉടൻ ട്രെയിൻ സർവീസുകളെ ഈ തീരുമാനം ബാധിക്കില്ലെങ്കിലും തീരുമാനം നിലവിൽ വരുന്ന ഒക്ടോബർ 1 മുതൽ മംഗലൂരു ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ നിയന്ത്രണത്തിലാകുന്നതോടെ അവരുടെ അനുമതിയില്ലാതെ പുതിയ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയാതെ വരുന്ന ഗൗരവമായ സാഹചര്യമുണ്ടാകും. പുതിയ തീരുമാനം കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുകയെന്ന് ആദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നിലവിൽ ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന്റെ പരിധിയിലുള്ള മംഗളൂരു പ്രദേശം മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കപ്പെടും. ഒക്ടോബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. മംഗളൂരു ഇല്ലാതായതോടെ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. ഡിവിഷന്റെ ഡിപ്പോ നഷ്ടമായതിനാൽ പുതിയ ഡിപ്പോ വികസിപ്പിക്കാൻ കോടികൾ മുടക്കേണ്ടി വരും. മാത്രമല്ല, പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വരുമാനത്തിൽ 1100 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഡിവിഷൻ വിഭജിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടും MPമാരെ ഇരുട്ടിൽ നിർത്തിയുള്ള പുതിയ ഉത്തരവ് കർണാടകയിലെ BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്നാണ് ആരോപണം. പ്രതിഷേധം പ്രധാനമന്ത്രിയെ കത്തിലൂടെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. ഏകപക്ഷീയമായ റെയിൽവേയുടെ നടപടിക്കെതിരെ പാലക്കാടും ഡൽഹിയിലും പ്രതിഷേധിക്കാനാണ് MPമാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളുമായി കോഴിക്കോട് ബ്യൂറോ ചീഫ് MM രാകേഷ് കൂടി ചേരുന്നു. രാകേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടകയിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് കേരളത്തെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ആവാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ കേരളത്തിൽ നിന്നുള്ള MPമാർക്കോ സർക്കാരിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഈ തീരുമാനം കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക? തീർച്ചയായും KK സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2024 മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി കർണാടകയിലെ BJP നേതാക്കൾ, പ്രത്യേകിച്ച് ചിക്കമംഗളൂരു, ദക്ഷിണ കന്നഡ, ഉടുപ്പി, ശിവമോഗ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള MPമാർ ഇത് നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അതായത് മംഗളൂരുവിനെ കൃത്യമായി തന്നെ ഈ ഡിവിഷനിൽ നിന്നും മാറ്റണമെന്നുള്ളത്. ആ ആവശ്യത്തിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പാലക്കാട് ഡിവിഷൻ്റെ നിലനിൽപ്പിന് തന്നെ അത് വലിയ തരത്തിൽ ദോഷമാകുമെന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പനമ്പൂർ പോലുള്ള കാർവാറിൽ നിന്നും തുറമുഖത്ത് നിന്നും കൊണ്ടുവരുന്ന ധാതുക്കൾ ഉൾപ്പെടെ കയറ്റി അയക്കുന്ന പ്രധാന ചരക്ക് നീക്കം നടക്കുന്ന ഒരു മേഖല കൂടെയാണ് പനമ്പൂർ പോലുള്ള മേഖല. ഈ മേഖല നഷ്ടപ്പെടുന്നതോടുകൂടി വലിയ തരത്തിലുള്ള റവന്യൂ നഷ്ടം പാലക്കാട് ഡിവിഷനുണ്ടാകും. സ്വാഭാവികമായും റെയിൽവേയുടെ ഇനി അടുത്തു വരാനിരിക്കുന്ന ബജറ്റുകളിൽ ഉൾപ്പെടെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രതിഫലിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ റവന്യൂ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബജറ്റ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കഞ്ചിക്കോട് ഫാക്ടറി ഉൾപ്പെടെ നഷ്ടമായ ഒരു സാഹചര്യം കേരളത്തിനുണ്ട്. അത്തരത്തിലുള്ള വലിയ നഷ്ടമായിരിക്കും കേരളത്തിന് വരാൻ പോവുക എന്നുള്ള ഒരാശങ്കയാണ്. അതായത് 2028 കർണാടകയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിശബ്ദമായ അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങും. അതേസമയം തന്നെ കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 18 കിലോമീറ്റർ ദൂരം മാത്രമാണ് നഷ്ടമാവുക എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. എന്നാൽ റവന്യൂവിൽ ഇതിനകത്ത് വലിയ തരത്തിലുള്ള കമ്മി കേരളത്തിന് സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ MPമാർ ഉൾപ്പെടെ ഇതിനെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എത്രമാത്രം ഫലത്തിൽ വരും? പ്രത്യേകിച്ച് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ് V സോമണ്ണ. അദ്ദേഹം ഇപ്പോൾ പ്രസ്താവന ഉൾപ്പെടെ പുറത്തിറക്കി. ഇത് വലിയ നേട്ടമാണ് കർണാടകത്തിന്. BJP ഒരുപാട് കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റവന്യൂ നൽകിയിട്ട് പോലും കേരളത്തിനോട് റെയിൽവേ തുടരുന്ന അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ മംഗളൂരു എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നത്. KK
രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിൽ കൃത്യമായി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ അവിടെ ഭരിക്കുന്ന കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ കേരളത്തിൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ നേടിയെടുക്കാൻ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് ഫലം എന്നതുകൂടി പ്രസക്തമായൊരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ പൊതുജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടണം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനമാണ് ടോപ്പ് 10-ൽ ഇനി. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് തീരുമാനം. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റെഫറലുകൾ തടയുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കും. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും OP ഉൾപ്പെടെ നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കുകയാണ് പതിവ്. ഇത് രോഗികൾക്ക് ഏറെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നു. ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ടാകും. ജനറൽ മെഡിസിൻ, ഓർത്തോ, സർജറി, പീഡിയാട്രിക്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഈ സംവിധാനം നടപ്പാക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ, കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഇനി 24 മണിക്കൂറും കാത്ത് ലാബും പ്രവർത്തിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ ഈ റിപ്പോർട്ടിൽ കണ്ടതിനപ്പുറത്തെ കാര്യങ്ങളുമായി രജിത് കുമാർ കൂടി ചേരുന്നു. രജിത്, നമുക്കറിയാവുന്നതുപോലെ ജനങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിൽ ഒരു തീരുമാനം, അതായത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഉൾപ്പെടെ ലഭ്യമാകുക എന്നുള്ളത്. നേരത്തെ ശ്രീ K. മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സിസ്റ്റം നന്നാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ്. അതിന് അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനവും. ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ K. മുരളീധരൻ ഇവിടെ മന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൽ സമഗ്രമായ ഒരു മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ മാറ്റത്തിന്റെ തുടക്കം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും. സർക്കാർ അധികാരമേറ്റ് അധിക നാൾ വരുന്നതിന് മുമ്പ് തന്നെ സമഗ്രമായ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നത് തന്നെയാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ നൽകാൻ പോകുന്നു എന്ന ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരുന്നു. 6 മാസത്തിനുള്ളിൽ ഇത് കൃത്യമായി എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും നടപ്പാക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിന് നോഡൽ ഓഫീസറെ അടക്കം ഇതിനോടകം തന്നെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ ഏകോപനത്തിനായി ആരോഗ്യവകുപ്പ് അഡ്മിനിസ്ട്രേഷനാണ് ട്രെയിനിങ് വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു KS-നെയാണ് സ്പെഷ്യൽ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇദ്ദേഹം ചെയ്യേണ്ടത് മെഡിക്കൽ നഴ്സിംഗ്, അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ ജീവനക്കാരുടെ കണക്കെടുപ്പുകൾ പൂർത്തീകരിച്ച് 6 മാസത്തിനുള്ളിൽ ഇവരെ വിന്യസിക്കുക എന്നതാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ആശുപത്രികളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഇക്കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. രോഗികൾക്ക്, ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സയും മരുന്നും കിടക്കയും അവരുടെ അവകാശമാക്കി മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു സമീപനം, സൗഹൃദ ആശുപത്രികൾ ഒരുക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഭാഗമായി 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. മെഡിസിൻ, സർജറി, ഒപ്പം തന്നെ ഓർത്തോ, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി ഈ വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളായിരിക്കും ഈ ജനറൽ ജില്ലാ ആശുപത്രികളിലടക്കം ലഭ്യമാക്കുക. അതിനുശേഷം കൂടുതൽ ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലകളിലെയും ഓരോ ആശുപത്രികളിലും, പിന്നീട് എല്ലാ ആശുപത്രികളിലേക്കും ഇത് വിന്യസിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം പ്രധാനമായി വ്യക്തമാക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിലേക്ക് ഇത്തരത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം തേടിക്കൊണ്ട് രാത്രികാലങ്ങളിലടക്കം ഒരുപാട് രോഗികൾ എത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിൽ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ ലഭ്യമാകുന്ന ആശുപത്രികൾ സജ്ജീകരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു. എന്തുതന്നെയായാലും സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
നേട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആശുപത്രികൾ അത് രോഗികൾക്ക് സൗഹൃദ ആശുപത്രികൾ, ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ ആദ്യമായി അദ്ദേഹം തന്നെ ഉത്തരവിട്ടത്. ഒരു ആശുപത്രിയിൽ പോലും രോഗികൾ നിലത്ത് കിടന്ന് ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആദ്യമുണ്ടായിരുന്നു. അത് ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ആ പ്രഖ്യാപനത്തിന് ശേഷവും അത്തരത്തിലുള്ളൊരു സമീപനം ആശുപത്രികളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ CSR ഫണ്ടുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികളുടെ നവീകരണമടക്കം അദ്ദേഹം ഇപ്പോൾ ഇത് കൂടാതെ തന്നെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതലൊരു ഫണ്ട് അത് ആശുപത്രികൾക്ക് വേണ്ടി മാത്രമായി ആശുപത്രികളുടെ നവീകരണത്തിന് മാത്രമായി ഒരു ഫണ്ട് സർക്കാരിനെ തീരുമാനപ്രകാരം തന്നെ എടുക്കാൻ ഉള്ള ഒരു തീരുമാനം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് വരുന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം വെച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ നടപ്പാക്കിയെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തിനായാലും ഒരു സമഗ്രമായ മാറ്റം ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ ഇത് ഒരു തുടക്കമായി വന്നിരിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയും. കെ. ശരി, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് രജിത് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലുള്ള മാറ്റമാണ്, ഈ രീതിയിലുള്ള സമീപനമാണ് ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ്റെ ഈ രീതിയിലുള്ള ഇടപെടലുകൾക്ക് തീർച്ചയായും സമൂഹത്തിൻ്റെ ഒന്നടങ്കം മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഉറച്ച പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. വികസന വാർത്തകളിൽ നിന്നും ഇനി വിവാദ വാർത്തകളിലേക്കാണ്. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-ഉം CPI-യും വീണ്ടും കൊമ്പുകോർത്തതും ഇന്നാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ന് പരസ്യമായി വ്യക്തമാക്കിയതും ആ പ്രതികരണം LDF-ന്റെ സംസ്കാരത്തിന് നിരക്കാത്തതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകിയതും ഈ വിഷയത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം വഷളായതിൻ്റെ വ്യക്തമായ സൂചനയാണ്. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് നിലപാട് ആവർത്തിച്ചത്. ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെയായിരിക്കുമെന്നും പദവി CPM തന്നെ വഹിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം ഇത് സംബന്ധിച്ച് താൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ എന്നും പറഞ്ഞു. LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPI. പിണറായി വിജയന്റെ പ്രതികരണത്തെ CPI രൂക്ഷമായാണ് വിമർശിച്ചത്. പിണറായി വിജയന്റെ പ്രസ്താവന അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് നിരക്കുന്നതല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തർക്ക വിഷയം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പറയുന്നത് ശബ്ദം എനിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം വഹിക്കുന്ന പദവിക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. അതേസമയം നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഒറ്റ ബ്ലോക്കായി ഇരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് CPIക്ക് വിട്ടേക്കൂ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ രാഷ്ട്രീയ വിശകലനവുമായി തിരുവനന്തപുരം റീജിയണൽ ഹെഡ് അൻഫിലിഡ് ഡിസൂസ കൂടി ചേർന്നു. അൻഫിലിഡ്, നമുക്കറിയാവുന്നതുപോലെ രണ്ട് പ്രധാന ഇടത് പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളാണ് ഈ വിഷയത്തിൽ പരസ്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ ശക്തമാകും. വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും കെ നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും അവസാന കാലത്ത് PM ശ്രീയിലുടക്കി CPM-ഉം CPI-യും എത്ര തന്നെ പ്രകമ്പനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ മുന്നിലുള്ള ചിത്രം തന്നെയാണ്. ഇങ്ങനെ ഒരു സർക്കാരുണ്ടോ, ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്നാണ് ഘടകകക്ഷിയിലെ തന്നെ ഏറ്റവും പ്രധാന കക്ഷിയായ CPI-യിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന് മാധ്യമങ്ങളോട് പരസ്യമായി ചോദിച്ചത്. അത്രയേറെ വലിയ രീതിയിലുള്ള കോളക്കമായിരുന്നു CPM-ഉം CPI-യും തമ്മിൽ അന്നുണ്ടായിരുന്നത്. മന്ത്രിമാരെ വരെ പിൻവലിക്കുമെന്ന രീതിയിൽ വരെ ചർച്ചകൾ നീണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം, അമ്പേ
തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന LDF പിന്നീട് 3 മാസത്തേക്ക് ഇടതുമുന്നണിയുടെ യോഗം പോലും ഇവർക്ക് ചേരാൻ കഴിയാതെ വന്നു. ഇതിനൊക്കെ ഒരു പ്രധാന കാരണമായിരുന്നത് ഈ പ്രതിപക്ഷ ഉപനേതാവ് ആരാകുമെന്നതിനെ ചൊല്ലി തന്നെയായിരുന്നു. CPI അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് CPM പരസ്യമായി പറയുന്നു. എന്നാൽ അങ്ങ് കീഴ്വഴക്കങ്ങളൊക്കെ മാറേണ്ടി വരുമെന്ന് CPIയും മുന്നറിയിപ്പ് നൽകുന്നു. ഈ രീതിയിൽ പരസ്യമായി ഇവർ തമ്മിൽ ഉടക്കി. അപ്പോഴും CPMന്റെ ഭാഗത്ത് നിന്ന് MV ഗോവിന്ദനോ അല്ലെങ്കിൽ പ്രതിപക്ഷനായ പിണറായി വിജയനോ CPIക്ക് ഒരിക്കലും കൊടുക്കുകയില്ല എന്നോ അവർക്കതിന് അവകാശമില്ല എന്നോ പറഞ്ഞിരുന്നില്ല. അവർ അത്തരത്തിലൊരു കീഴ്വഴക്കങ്ങളില്ല എന്നും മാത്രമാണ് പലതവണയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇവർ പരസ്യമായി പറഞ്ഞിരുന്നത്. എന്നാൽ CPI ബിനോയ് വിശ്വമാകട്ടെ പല ഘട്ടങ്ങളിലൊക്കെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ആ നിലപാട് ഉറച്ചു നിൽക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും മറ്റു ഘടകകക്ഷികൾ വിയോജിപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇടതുമുന്നണി യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നത്. അപ്പോഴും ഈ വിഷയം ചർച്ചയ്ക്ക് പോലും വന്നില്ല. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഇവർ ആ നിലപാടിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി എന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ എത്തിയത്. എന്നാൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറയുമ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി പറയുകയാണ്, CPIക്ക് ഒരിക്കലും പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകുകയില്ല. മാത്രമല്ല കത്ത് താൻ നൽകുമ്പോൾ സ്പീക്കർക്ക് നൽകുമ്പോൾ അതിൽ CPM നേതാവ് തന്നെയാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അത് CPIയെ സംബന്ധിച്ച് അവരുടെ മുഖത്തേറ്റ അടിയാണ്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ പരസ്യമായല്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് പറയേണ്ടിയിരുന്നത്. മാത്രമല്ല ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കാമെന്ന് അവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയതാണ്. അതാണ് CPI നേതാവ് ബിനോയ് വിശ്വത്തിന് ഇത്രയേറെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം ചോദിക്കുന്നത് പിണറായി വിജയന്റെ പദവിക്കും പക്വതയ്ക്കും ചേർന്നതിൽ മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇടതുമുന്നണി ചർച്ച ചെയ്യണം, ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് അത് പരിഹരിക്കേണ്ടത്. പദവി നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യും, പക്ഷേ പരസ്യമായി പാർട്ടിയെ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല. അപ്പോൾ ഏകപക്ഷീയമായൊരു മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിണറായി വിജയൻ ഒരുപക്ഷെ വേണമെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലേതാണ്, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. പകരം അദ്ദേഹം ബിനോയ് വിശ്വത്തിനുള്ള ഒരു മറുപടി തന്നെയാണ് കൃത്യമായി ഇന്ന് തൃശ്ശൂരിൽ നൽകിയത്. അത് CPM നേതാവ് തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ തന്നെയും മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 3 മാസങ്ങൾക്ക് ശേഷം ചേർന്ന മുന്നണി യോഗമാണ്. ഇനിയും പ്രതിപക്ഷമായി ഇരിക്കുമ്പോൾ ഏറ്റവും സർക്കാരിനെതിരെ പല വിഷയങ്ങളിൽ രാഷ്ട്രീയമായി തീരുമാനമെടുക്കേണ്ടതാണ്, സമര പരിപാടികൾക്ക് രൂപം നൽകേണ്ടതാണ്, പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ CPM ഒരുമിച്ചിരുന്ന LDF യോഗം ചേർന്നാൽ മാത്രമേ ഇത്തരം സമര പരിപാടികൾക്ക് ആവിഷ്കരിക്കേണ്ടതും. അവിടെ ഈ ഉപനേതൃ സ്ഥാനത്തെ ചൊല്ലി ആ ഉപനേതൃ സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ പോലും വിമർശനങ്ങൾക്ക് അടുത്ത രീതിയിലുണ്ട്. കാരണം ഒരു നിസ്സാരമായ ഒരു യാതൊരു പ്രയോജനമില്ലാത്തൊരു വിഷയത്തിലാണ് ഇത്രയേറെ രണ്ട് പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്നത്. ഒരുപക്ഷെ ഭരണത്തിൽ നിന്നപ്പോൾ PMC വിഷയത്തിൽ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു കാരണമുണ്ടെന്ന് പറയാം. ഇപ്പോൾ എന്ത് വിഷയത്തിനാണ് ഇവർ ഇങ്ങനെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. ഇനി ഒരുപക്ഷെ ഈ നിയമസഭാ യോഗം ചെയ്യുമ്പോൾ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള ചർച്ചകൾ പോലും നടന്നാൽ ഒരു ഉറപ്പായും മുന്നണിയെ വലിയ രീതിയിൽ തന്നെ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അൺഫിലിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇന്ന് വളരെ വ്യക്തമായൊരു നിലപാട് പറഞ്ഞ വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. CPM നേതാവ് AN ഷംസീറിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത്. വെള്ളാപ്പള്ളിയുടേത് തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണെന്നും അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നുവെന്നുമാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. CPMൽ ഒരാളും കുറുക്കുവഴിയിലൂടെ നേതാവായി മാറിയവരല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഷംസീർ കുറുക്കുവഴിയിലൂടെ നേതാവായി മാറിയ ആളെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. CPMൽ ഒരാളും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറിയവരല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്ന പൊതുസമൂഹത്തിന്റെ അംഗീകാരത്തിലൂടെയാണ് ഏതൊരാളും നേതാവായി മാറുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് പാർട്ടി അവജ്ഞാപൂർവ്വം തള്ളിക്കളയുന്നുവെന്നും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPMലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളിയല്ലെന്ന് MV ഗോവിന്ദനും വ്യക്തമാക്കി. ഷംസീർ ലീഗാണെന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല. വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനോട് പറഞ്ഞ പ്രയോഗം നടത്താൻ പാടില്ലാത്തതാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPMന് യോജിപ്പില്ല. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല.
ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. ചേർത്തലയിൽ നടന്ന SNDP യോഗത്തിന്റെ പരിപാടിക്കിടെയാണ് മുൻ സ്പീക്കറും CPM നേതാവുമായ AN ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം നടത്തിയത്. ഷംസീറിന് കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല, മുസ്ലിം ലീഗിന്റെ മനസ്സാണെന്നായിരുന്നു പരാമർശം. അമൃത ന്യൂസ്, തൃശൂർ. അതിനിടയിൽ വെള്ളാപ്പള്ളി നടേശന് പരോക്ഷ മറുപടിയുമായി AN ഷംസീറും രംഗത്തെത്തി. അസമത്വവും അജ്ഞതയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രവും ഈ പോസ്റ്റിനൊപ്പമുണ്ട്. KB ഗണേഷ് കുമാറിനെതിരെയുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധിക്ഷേപത്തെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനാണ് LDF ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകിയത് എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമെന്നാണ് പിണറായി വ്യക്തമാക്കിയത്. SN ട്രസ്റ്റിന്റെ യോഗത്തിൽ ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. വീണ വിജയന് പിന്നാലെ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് സമൻസ് അയക്കും. ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഹവാല പണമിടപാടിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടെ ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPM. നാളെ കോഴിക്കോട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. ED റെയ്ഡിനെ തുടർന്ന് വിശദീകരണവുമായി ലേക്കർ ഇന്ത്യ കോർപ്പ്. തങ്ങൾ കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഇത് വസ്തുതാപരമല്ലെന്നും കമ്പനി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഓഫീസിനായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതികവും രേഖകളുടെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച് പഞ്ചായത്ത് അപേക്ഷ തിരികെ നൽകിയായിരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. എക്സാലോജിക് ഇടപാടിൽ തന്റെ മകൾക്കെതിരായ ED അന്വേഷണത്തെ രാഷ്ട്രീയ വേട്ടയെന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീണയ്ക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടെന്ന EDയുടെ കണ്ടെത്തലും അദ്ദേഹം തള്ളിക്കളഞ്ഞു. തന്റെ മകൾ വലിയ സ്വത്തിന്റെ ഉടമയല്ലെന്നും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ നടന്ന കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ എങ്ങനെയാണോ രാഷ്ട്രീയ വേട്ടയായി CPIM ചിത്രീകരിച്ചത്, സമാന രീതിയിൽ മകൾക്കും രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുകയാണ് പിണറായി വിജയൻ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ തനിക്ക് 2-3 കോടി തന്നു എന്നതായിരുന്നു പരാതി. താൻ മുഖ്യമന്ത്രി ആയേക്കും എന്നതിന്റെ പേരിലായിരുന്നു അന്നത്തെ പരാതി. CBI വന്ന് അന്വേഷണം നടത്തി. അന്നും ഇന്നും ഒരേ നിലപാടെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ മകളായതുകൊണ്ട് വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? വീണ തന്റെ മകളായതിനാലാണ് ഇപ്പോഴത്തെ അന്വേഷണം. അവർ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ല. താനും കുടുംബവും ഹവാല ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണം. എക്സാലോജിക് കേസിൽ വീണയ്ക്ക് സംരക്ഷണം ഒരുക്കേണ്ടതില്ലെന്ന നിലപാടിൽ CPIM ഉറച്ചു നിൽക്കുമ്പോഴാണ് കേസിനെ രാഷ്ട്രീയ വേട്ടയായി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. BJPയുടെയും EDയുടെയും കൂടെയാണ് കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇരുവരും ചേർന്നാണ് ED നീക്കം ആസൂത്രണം ചെയ്തത്. ബിസിനസ്സായി നടക്കട്ടെയെന്നും അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരെ വന്നാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ED അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അതാ കാര്യം. അല്ലാതെ ഞങ്ങൾ അതേ മിണ്ടൂല്ലോ. അവരെന്ത്
പിന്നെന്തിനാ മിണ്ടുന്നത്? അവരെല്ലാം കൂടി ചേർന്നല്ലേ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പിന്നെന്തിനാ മിണ്ടേണ്ട? പ്രത്യേകിച്ച് മിണ്ടേണ്ട കാര്യത്തിലുള്ള യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്ന് ഒരു ഡീലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശശിധരൻ കർത്തയുടെ പണം വാങ്ങിയവരിൽ LDFകാരും UDFകാരും ഉണ്ടെന്ന് BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. പിണറായിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് അശേഷം താൽപ്പര്യമില്ല. MV ഗോവിന്ദൻ സമനില തെറ്റി പിച്ചുമ്പേയും പറയുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റി ആരും പരാതി നൽകിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും K. സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം SFI അന്വേഷണം ശക്തമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് BJPയും CPMും തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും നിരവധി ഗുരുതരമായ തെളിവുകളും കണ്ടെത്തലുകളും പുറത്തു വരികയും ചെയ്യുമ്പോഴും ശ്രീ VD സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച് ED ആക്രമണ കേസ് പ്രതികൾ. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ചായിരുന്നു ആഘോഷം. പ്രതികൾക്ക് ഒപ്പിടാൻ എത്തേണ്ട ദിവസമായിരുന്നു ഇന്ന്. പോലീസുകാരുടേതുപോലെ ഒരേ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചും ഊഞ്ഞാൽ ആടിയുമായിരുന്നു ആഘോഷം. ഇത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. എല്ലാവർക്കുമായി സുഹൃത്ത് സമ്മാനിച്ച ഷർട്ട് ധരിച്ച് ഒപ്പിടാൻ എത്തിയതെന്നായിരുന്നു ഇവരുടെ പ്രതികരണം. ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ നീക്കം ചെയ്ത സംഭവത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി മെറ്റ. ഇത് സംബന്ധിച്ച് പോലീസോ കോടതിയോ പരാതിയോ ഉത്തരവോ നൽകിയിട്ടില്ലെന്നും വാർത്തകൾ പുനഃസ്ഥാപിച്ചതായും ഓട്ടോമേറ്റഡ് സാങ്കേതിക പിഴവാണ് കാരണമെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. 16 വാർത്താ കണ്ടന്റുകളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മെറ്റ മാറ്റിയത്. സർക്കാരിനെതിരായ കണ്ടന്റുകൾ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം ചെയ്തതെന്ന ആരോപണമാണ് ഉയർന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഓഗസ്റ്റ് 18-ന് പോലീസ് സൈബർ ഓപ്പറേഷൻ വിംഗ് നൽകിയ കത്തിനാണ് മെറ്റ രേഖാമൂലം വിശദീകരണം നൽകിയിരിക്കുന്നത്. കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ പോലീസോ കോടതിയോ പരാതിയോ ഉത്തരവോ നൽകിയിട്ടില്ലെന്നും നീക്കം ചെയ്ത 16 വാർത്തകളും പുനഃസ്ഥാപിച്ചതായും വാർത്തകൾ നീക്കം ചെയ്തത് ഓട്ടോമേറ്റഡ് സാങ്കേതിക പിഴവാണെന്നുമാണ് വിശദീകരണം. ആശയക്കുഴപ്പം ഗൗരവമായി എടുക്കുമെന്നും ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മെറ്റ വിശദീകരണത്തിൽ പറയുന്നു. പോലീസ് ചോദിച്ച 7 ചോദ്യങ്ങൾക്കാണ് മെറ്റ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.